അന്ന് ഈ പുള്ളിക്കാരൻ കലാഭവൻ മണിയുടെ കൂടെ ഒരു സിനിമയിൽ അഭിനയിച്ചു. ഉം. ആഴക്കടൽ എന്ന പേര്. ഓ. അപ്പം മണിച്ചേട്ടനും ഉണ്ട്, ഷാജോൺ ചേട്ടനും മനോജ് ചേട്ടനും മണിച്ചേട്ടന്റെ കൂട്ടുകാരായിട്ട്. ഉം. അപ്പൊ ഞാൻ മനോജ് ചേട്ടനെ അന്ന് ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, മനോജ് ചേട്ടാ ഉം. രക്ഷപ്പെട്ടല്ലേ നിങ്ങള്? ഉം. എന്താടാ? വേറൊന്നുമല്ല, ഞാനിവിടെ കരിങ്ങാച്ചറിൽ ജ്യൂസ് കുടിക്കാൻ വേണ്ടി ഒരു കടയിൽ നിർത്തിയപ്പോ അവിടെ ഈ നാനയും വെള്ളി നക്ഷത്രവും സിനിമാ മംഗളമൊക്കെ തൂക്കിയിട്ടിരിക്കുന്നു. ഉം. അതിൽ വെള്ളി നക്ഷത്രത്തിന്റെ ഇതിന്റെ Cover page. കവർ പേജ് ചേട്ടനാ. ഓ. ഞാനാ? ചേട്ടൻ ഇപ്പോൾ സിനിമ ചെയ്തായിരുന്നോ? ആ, ആഴക്കടല്. ആ. അതിനകത്ത് മിമിക്രിയിൽ നിന്നും പുത്തൻ താരോദയം മനോജ് ഗിന്നസ് എന്ന് പറഞ്ഞിട്ട് ചേട്ടനൊരു മീനും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ. അതാണ് ഈ ഇതിന്റെ കവർ പേജ് എന്ന് പറഞ്ഞു. ആ. അന്ന് വെള്ളി നക്ഷത്രത്തിന് ഞാനയുടെ ഒക്കെ കവർ പേജ് വരിക അതെ എന്ന് അതെ പറഞ്ഞാൽ അതെ അതെ അതെ. നിസ്സാര കളിയല്ല. രക്ഷപ്പെട്ട അയാൾ. പിന്നെ അതെ. മനോജ് എവിടെ കരിങ്ങാച്ചറ എവിടെയാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പെട്രോൾ പമ്പിന്റെ തൊട്ടിപ്പുറത്തുള്ള ജ്യൂസ് കടയിലാ. അത്ര നാച്ചുറലാ. നാച്ചുറലായിട്ട് പറഞ്ഞു. പുള്ളി കാക്കനാടുന്ന് കരിമുകൾ പോകേണ്ട ആള് തിരിച്ച് കാക്കനാട് വന്ന് അവിടുന്ന് കരിങ്ങാച്ചിറ വന്ന് ഇവിടുന്ന് തന്നെ ഒരു 3 മണിയായപ്പോ വിളിക്കുന്നു. നീ പറഞ്ഞ കട ഏതാ? അപ്പൊ ഞാൻ വീട്ടിൽ ചെന്ന് ഉറക്കത്തില്ല. ഞാൻ പറഞ്ഞു ഏത് കട? മറന്നുപോയി. അപ്പൊ ഞാൻ പറഞ്ഞു ആ കടയിൽ തീർന്നു കാണും ചിലപ്പോ, കാരണം ഈ ഞാനേയും ഇതൊക്കെ ഇറങ്ങിയാ പെട്ടെന്ന് തീരുവല്ലേ. എടാ ഞാൻ അവിടെ ചെന്ന് തപ്പി, ഞാൻ ഈ ലക്കവും മേടിച്ച് കഴിഞ്ഞ ലക്കവും മേടിച്ച് അതിന്റെ മുമ്പിലത്തെ ലക്കവും മേടിച്ച് അവിടെ അതിനകത്തൊന്നും അങ്ങനെയൊന്നും ഇല്ല. ഞാൻ പറഞ്ഞു ചേട്ടാ ഇന്നിറങ്ങിയ ലക്കമുണ്ട് ചേട്ടാ, അതെവിടെ കിട്ടും? എനിക്ക് തോന്നുന്നു ഈ ചോറ്റാനിക്കുന്ന അമ്പലത്തിന്റെ സൈഡിലെ കടകൾ ഇപ്പോഴും അടയ്ക്കത്തില്ല. അത് വെളുപ്പാങ്കാലം വരെ അവിടെ കിട്ടാൻ ചാൻസ് ഉണ്ട്. അങ്ങോട്ട് കിട്ടോ? പുള്ളി നടന്ന് രാവിലെ 8 മണിയായപ്പോ തളർന്ന് വീട്ടിൽ വന്നിട്ട് എന്നെ ഫോൺ ചെയ്ത് പൂര ചീത്ത.